ഈ തിരുവസ്ത്രം അണിഞ്ഞതിന് ശേഷം ആദ്യമായി ഒരു നിമിഷത്തേക്കെങ്കിലും എനിക്ക് അതൊക്കെ മറക്കേണ്ടി വന്നു. സ്നേഹമോൾ ക്ലാരയുടെ കുഞ്ഞല്ലെന്നുള്ള ബോധം എന്നും നിന്റെ ഉള്ളിലുണ്ടാവണം. അവൾ പോയി മാഡം, എന്റെ രേണുകമോള് പോയി. ഇത്രയും കാലം ഒരു പ്രതീക്ഷയെങ്കിലും ബാക്കിയുണ്ടായിരുന്നു. ഇനിയിപ്പോ പിതാവ്, മാതാവ്, കൂടപ്പിറപ്പ് അങ്ങനെയുള്ള സ്ഥാനങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല. ദൈവ വഴിയിൽ എല്ലാവരെയും ഒരേപോലെ മാത്രമേ കാണാൻ കഴിയൂ. അങ്ങനെയേ പാടുള്ളൂ. കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയവ വെടിയണം. സ്നേഹം, സഹനം, ത്യാഗം, സേവനം തുടങ്ങിയവ ജീവിതവ്രതമാക്കണം. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ മണവാട്ടിയായി ദൈവവേല ചെയ്യാൻ ഏതൊരാൾക്കും അവകാശമുള്ളൂ. പക്ഷേ ഇന്ന് ഈ തിരുവസ്ത്രം അണിഞ്ഞതിന് ശേഷം ആദ്യമായി ഒരു നിമിഷത്തേക്കെങ്കിലും എനിക്ക് അതൊക്കെ മറക്കേണ്ടി വന്നു. നിനക്ക് വേണ്ടി. എനിക്കതറിയാം മദർ. ഞാൻ അതിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട്. മദറിനെ ഞാൻ എന്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്. ഈ മകൾക്ക് വേണ്ടി മദറിനത് പുറത്തൂടെ. നല്ലവനായ കർത്താവ് മദറിനെ ഇതിന്റെ പേരിൽ ഒരിക്കലും ശിക്ഷിക്കുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ മനസ്സവൻ കാണുന്നുണ്ട്. എല്ലാം അറിയുന്ന ദൈവം, ആ നല്ല ഇടയൻ, അവൻ നയിക്കുന്ന പാതയിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാനാവൂ. അതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് എതിര് നിൽക്കുന്നില്ല. ഒരുപക്ഷെ ദൈവഹിതവും ഇത് തന്നെ ആയിരിക്കും എന്ന് കരുതേ ക്ലാരയുടെ ഈ തീരുമാനത്തിന് എന്നും ഞാൻ കൂട്ടുനിൽക്കും എന്നർത്ഥമില്ല. സ്നേഹമോൾ ക്ലാരയുടെ കുഞ്ഞല്ലെന്നുള്ള ബോധം എന്നും നിന്റെ ഉള്ളിലുണ്ടാവണം. അവളുടെ യഥാർത്ഥ അവകാശികൾ എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു ദിവസം അവകാശവാദവുമായി എത്തിയാൽ അവളെ പിരിയാൻ നിന്റെ മനസ്സ് സജ്ജമായിരിക്കണം. മദർ, ഇല്ല ക്ലാര, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനപ്പോൾ നിഷ്പക്ഷ സ്ഥാനത്ത് തന്നെയായിരിക്കും. ഈ ലോകത്ത് നമുക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യം നമ്മൾ പറഞ്ഞിട്ടല്ലാതെ മറ്റാരും ഒരിക്കലും ഇത് അറിയാനും പോകുന്നില്ല മദർ. അപ്പൊ പിന്നെ എന്നാര് പറഞ്ഞു? കർത്താവിനറിയില്ലേ അവന്റെ തീരുമാനങ്ങൾ എന്തെന്ന്? ആരറിഞ്ഞു? പിന്നെ ആ അയ്യർ, അയാൾക്കെല്ലാം അറിയില്ലേ? അതുകൊണ്ടാണ് മോളെ ഞാൻ പറഞ്ഞത്, അന്ന് നീ ഒരുപാട് വേദനിക്കേണ്ടി വരും. തൽക്കാലം നീ സ്നേഹമോളെ കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ക്ലാരയുടെ പപ്പയുമായി അല്പം സംസാരിക്കാനുണ്ട്. അവൾ പോയി മാഡം, എന്റെ രേണുകമോള് പോയി. ഇനി ഒരിക്കലും അവള് വരില്ല. ആ കന്യാസ്ത്രീ മഠത്തിലെ സിസ്റ്റർ അതിന് സാക്ഷിയ. കടപ്പുറത്ത്
ഒരു അനാഥ ജഡം പോലെ എന്റെ മോള്, എന്റെ പൊന്നു മോള്. എന്റെ ദൈവങ്ങളെ, എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ടീച്ചറെ, നമ്മുടെ ഇത്രയും കാലത്തെ കാത്തിരിപ്പൊക്കെ വെറുതെ ആയല്ലോ മാഡം. എനിക്കറിയാം, എന്നെ അവളവിടെ കൊണ്ടുപോയതാ. എന്റെ രേണുകമോളുടെ ആത്മാവ് എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയതാ. എല്ലാം പറയാൻ. അവൾ മരിച്ചുപോയെന്ന് എന്നെ അറിയിക്കാൻ. ഇനി അവൾക്ക് വേണ്ടി അമ്മ കാത്തിരിക്കരുതെന്ന് പറയാൻ. ഇല്ലെങ്കിൽ മരിക്കാൻ വേണ്ടി പുറപ്പെട്ട ഞാൻ അവിടെ എത്തുമായിരുന്നു. ടീച്ചർ വിഷമിക്കരുത്. രേണുകയുടെ വിധി അതായിരുന്നു എന്ന് കരുതിയാൽ മതി. ദൈവം അത്രയും ആയുസേ അവൾക്ക് വിധിച്ചിരുന്നുള്ളൂ. ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ ടീച്ചർ. ദൈവഹിതം പോലെയല്ലേ എല്ലാം. ടീച്ചർ എഴുന്നേറ്റേ, വാ, വന്ന് കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി വല്ലതും കഴിക്കും. എനിക്കൊന്നും വേണ്ട, കഴിക്കാൻ തോന്നുന്നില്ല. ഒന്ന് കിടന്നാ മാത്രം മതി എനിക്ക്. അതൊന്നും പറഞ്ഞ പറ്റില്ല. ദേ, മീനാക്ഷിയും മുത്തും ഒക്കെ കൂടി കിച്ചണിലേക്ക് കയറിയിരിക്കുക. അവരുടെ ടീച്ചർ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാൻ. ആ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും ടീച്ചർ എന്തെങ്കിലും കഴിക്കണം. വാ ടീച്ചറെ, ഇന്ന് ടീച്ചറുടെ കൂടെ എന്റെ അത്താഴം. എന്നിട്ടേ ഞാനിന്ന് വീട്ടിലേക്ക് പോകുന്നുള്ളൂ. അയ്യോ, ഇപ്പൊ തന്നെ നേരെ ഒരുപാടായല്ലോ. മാഡം ഇനിയും താമസിക്കണ്ട, വീട്ടിലേക്ക് പോയിക്കോളൂ. അതൊക്കെ ഞാൻ പോയിക്കോളാം. ടീച്ചർ വന്നേ. മാഡം, എന്താ ടീച്ചറെ? എനിക്ക് ഒരപേക്ഷ കൂടിയുണ്ട്. എന്താ ടീച്ചർ പറഞ്ഞോളൂ. ഞാനിനി വീട്ടിലേക്ക് പോകുന്നില്ല. എനിക്കിനി അവിടെ കഴിയാൻ പറ്റില്ല മാഡം. ഇത്രയും കാലം ഒരു പ്രതീക്ഷയെങ്കിലും ബാക്കിയുണ്ടായിരുന്നു. ഇനിയിപ്പോ ഞാൻ കൂടി ഇവിടെ താമസിച്ചോട്ടെ മാഡം. അതിപ്പോ ആരോരും ഇല്ലാത്തവരെ സംരക്ഷിക്കുന്ന ഒരു ധർമ്മസ്ഥാപനമല്ലേ മാഡം ഇത്? എനിക്കും ആരും ഇല്ലല്ലോ. ടീച്ചർ അങ്ങനെയൊന്നും പറയരുത്. ടീച്ചർക്ക് എല്ലാവരും ഉണ്ട്. പിന്നെ ടീച്ചറുടെ ഇഷ്ടം ഇവിടെ താമസിക്കാനാണെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എനിക്ക് മാത്രമല്ല, മീനാക്ഷിക്കും മുത്തുവിനും ഒക്കെ അതൊരു ആശ്വാസമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ മുറിയിൽ ഞാൻ കിടന്നോട്ടെ മാഡം. എന്റെ രേണുകമോൾ താമസിച്ചിരുന്ന ആ പഴയ മുറിയിൽ. ടീച്ചറമ്മേ, വല്ലതും കഴിക്കാം. കഞ്ഞിയും ചുട്ടപ്പടവും ചമ്മന്തിയും മാങ്ങാച്ചാറും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആഹാ, ഇന്ന് കാര്യമായിട്ടാണല്ലോ. നീ ആള് കൊള്ളാലോടെ മുത്തു. വിറക് കീറാൻ മാത്രമല്ല, പാചകവും വശമുണ്ട് നിനക്കല്ലേ? അതിന്ന് ടീച്ചറമ്മ വന്ന ദിവസമല്ലേ, അതുകൊണ്ടാ. അത് ശരി. നിങ്ങളുടെ ടീച്ചറമ്മ വന്നപ്പോ ഞങ്ങളൊക്കെ ഔട്ടായി അല്ലേ? അയ്യോ, അരുന്ധതിയമ്മ ഞങ്ങളെ ദൈവമല്ലേ. വേണ്ട വേണ്ട, നീ സോപ്പിടുതൊന്നും വേണ്ട. പിന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. എന്താണെന്ന് അറിയോ? എന്താ? നിങ്ങളുടെ ടീച്ചറമ്മ ഇനി എങ്ങോട്ട് പോകുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും കൂടെയാ ഇനി മുതൽ താമസിക്കാൻ പോകുന്നത്. നേരാണോ ടീച്ചറമ്മേ? ഞങ്ങളുടെ പൊന്നു ടീച്ചറമ്മ. ഇതാ ചായ. നിക്ക് നീ ഇത് പ്ലീസ്.
ഞാൻ ഈ ചായ ഒന്ന് കുടിക്കട്ടെ. അല്ല പുള്ളിക്കുട്ടിയെ, നമുക്ക് ഇതൊന്ന് എക്സ്ചേഞ്ച് ചെയ്താലോ? പിക്കപ്പ് കുറഞ്ഞോന്നൊരു സംശയം. സെൽഫ് എടുക്കാനും പ്രയാസം. ഓ, നമ്മൾ ഇനിയിപ്പോ എവിടെ പോകാനാ? അച്ചായന് കോടതി വരെ പോകാൻ ഇത് തന്നെ ധാരാളം. അത് നേരാ. പിന്നെ ദേ നമ്മുടെ കണ്ടീഷനുമേ ഏതാണ്ട് ഇതുപോലെ തന്നെ അല്ലയോ? നമ്മൾ ഇനി എവിടെ കൊണ്ടുപോയി എക്സ്ചേഞ്ച് ചെയ്യാനാ, അല്ലയോടി? ഒന്ന് പോയിന്റ് അച്ചായ. അത് അനാഥാലയത്തിന്റെ വണ്ടിയാണല്ലോ. മാർഗരറ്റ് അമ്മയാണെന്ന് തോന്നുന്നു. എവിടെ? ദാ. മദർ തന്നെയാ. പക്ഷേ ക്ലാര വണ്ടി ആ സൈഡിലേക്ക് ഒതുക്കിയിട്ടേക്ക്. ചിലപ്പോ വണ്ടിയിലെങ്ങാനും ഇരിപ്പുണ്ടായിരിക്കും. ഇല്ല മോളെ, അവൾ വന്നു കാണില്ല. വരില്ലെന്ന് പറയാൻ മദറിനെ അയച്ചതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫോൺ ചെയ്ത് പറയാലോ. അതിന് മദറിടം വരെ വരേണ്ട കാര്യമുണ്ടോ? ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്.